ഇന്നെന്താ പരിപാടി എന്നല്ലേ, വെക്കേഷനൊക്കെ അല്ലേ, മുറിയൊക്കെ വൃത്തിയാക്കാന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ച. അപ്പൊ മുറി വൃത്തിയാക്കുന്നതിന് മുന്നേ ബോറടിക്കാതിരിക്കാൻ പാട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മുറി വൃത്തിയാക്കുന്നത്. മുറിയിലോട്ട് ഇച്ചിരി വെട്ടവും വെളിച്ചമൊക്കെ കയറട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ജനൽ തുറന്നു. മാസ്ക് വെച്ചിട്ടാണ് നമ്മൾ വൃത്തിയാക്കുന്നത്, കാരണം പൊടിയടിച്ച് പനിയൊന്നും പിടിക്കണ്ടല്ലോ, വെക്കേഷനൊക്കെ അല്ലേ. ആദ്യം തന്നെ നമ്മൾ ജനൽ വൃത്തിയാക്കാനാണ് തുടങ്ങിയത്. ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കസേരയുടെ മണ്ട കയറി നിന്നൊക്കെ വൃത്തിയാക്കുന്നത്. തുടച്ചൊടിച്ച് മടുത്ത് ഞാൻ അവസാനം ഇരുന്നാണ് തുടയ്ക്കുന്നത്. അത് ഞാൻ വിചാരിച്ചു സ്റ്റഡി ടേബിൾ വൃത്തിയാക്കാമെന്ന്. അപ്പം സ്റ്റഡി ടേബിൾ വൃത്തിയാക്കുന്നതിന് മുമ്പ് അതിൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി അതൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കാം. ഇനി കബോർഡ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് സാധനങ്ങളെല്ലാം മാറ്റി അല്ലെ വേസ്റ്റ് കളഞ്ഞ് അത് തിരിച്ചടുക്കി വെക്കണം. ഞാനിങ്ങനെ കേട്ടോ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻ്റെ കൈ കിട്ടിയ പിന്നെ ഞാൻ വെറുതെ വിടൂല. അങ്ങനെ കബോർഡൊക്കെ അടുക്കി കഴിഞ്ഞ് ഞാൻ മുറി തൂക്കാൻ തുടങ്ങി. അങ്ങനെ തൂത്ത് കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നു. അത് കഴിഞ്ഞ് നമുക്ക് ബെഡ്ഷീറ്റ് മാറ്റാം, കാരണം ഈ തൂത്തതും വൃത്തിയാക്കിയതും എല്ലാ പൊടിയും ബെഡ്ഷീറ്റ് വീണാണല്ലോ. അപ്പം നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റും. അങ്ങനെ രാവിലെ തുടങ്ങിയ പണി രാത്രിയാ തീരുന്നു. നമ്മൾ ജനൽ തുടച്ചു, സ്റ്റഡി ടേബിൾ വൃത്തിയാക്കി, കബോർഡ് അടുക്കി, തൂത്തു, തുടച്ചു, പിന്നെ ബെഡ്ഷീറ്റ് മാറ്റി. എല്ലാം കഴിഞ്ഞ് മുറിയിലോട്ട് നോക്കുമ്പോഴുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അതായെല്ലാം. അങ്ങനെ എക്സാമിൻ്റെ ടൈം മുതൽ ഈ മുറി വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് നടക്കുന്നത്. അപ്പം ആ കാര്യം നമ്മൾ ജേർണലൊരു ടിക്കും കൂടി ഇട്ടു.